Hello dear students, welcome back to Ejuala 2.0. +2 അക്കൗണ്ടൻസിലെ നിങ്ങൾ നാളത്തെ ഫൈനൽ എക്സാമിന് വേണ്ടി നിർബന്ധമായും പഠിക്കേണ്ട ജേണൽ എൻട്രീസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എങ്ങനെയാണ് അത് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മളത് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ജേണൽ എൻട്രീസ് എങ്ങനെ ഒരു 9 മാർക്ക് 10 മാർക്കിനൊക്കെ നമുക്ക് ജേണൽ എൻട്രീസ് ചോദിക്കാറുണ്ട് കേട്ടോ. അഡ്മിഷൻ്റെ സമയത്ത്, റിട്ടയർമെൻറ്റ് സമയത്ത്, ഡിസൊല്യൂഷൻ്റെ സമയത്ത് ആ എല്ലാ ജേണൽ എൻട്രീസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു പ്രോബ്ലം വീഡിയോ ചെയ്തിട്ടുണ്ട് 35 മാർക്കിൻ്റെ. നമ്മളതിലൊരു 50 മാർക്കിൻ്റെ പ്രോബ്ലമാണ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക്, ഡബിൾ പാസ് ഒക്കെ ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, പാസ് ജേണൽ എൻട്രി ഓൺ ഡിസൊല്യൂഷൻ. A furniture worth ₹12,000 as takeover by Mr. Roy, a partner. അതായത് ഡിസൊല്യൂഷൻ്റെ സമയത്ത്, അപ്പം ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വരേണ്ട അക്കൗണ്ട് ആണ് ആര്? റിയലൈസേഷൻ. അപ്പം ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നത് റിയലൈസേഷൻ്റെ ജേണൽ എൻട്രി ആണ്. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി, ഫർണിച്ചർ ടേക്ക് ഓവർ ബൈ മിസ്റ്റർ റോയ്. ഫർണിച്ചർ അസറ്റ് ആണ്. അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷാണ് കിട്ടാറ്. പക്ഷെ ക്യാഷിന് പകരം ആരാണ് എടുത്ത് കൊണ്ടുപോയത്? മിസ്റ്റർ റോയ്സ് ക്യാപിറ്റൽ. ഇപ്പൊ ക്യാഷിന് പകരം മിസ്റ്റർ റോയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 12,000 ടു റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ടാണ് നമ്മൾ എഴുതാറ് കേട്ടോ. ഓക്കെ, 12,000. അപ്പൊ ജേണലിൽ നിങ്ങൾ നരേഷൻ നിങ്ങൾ തന്നെ എഴുതാം കേട്ടോ. നരേഷൻ എന്ത് എഴുതാ? ഫർണിച്ചർ ടേക്ക് ഓവർ ബൈ എ പാർട്ട്ണർ. അൺറെക്കോർഡ് മിഷനറി സോൾഡ് ഔട്ട്. അതായത് മിഷനറി ഉണ്ടായിരുന്നത് നമ്മൾക്ക് ഓൾറെഡി അൺറെക്കോർഡ് ആണ്, നമ്മൾ അറിഞ്ഞിരുന്നില്ല. ആ മിഷനറി വിറ്റു. മിഷനറി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ക്യാഷ് ആണ് കിട്ടുക. അപ്പൊ ക്യാഷ് അക്കൗണ്ട് 4,000 ടു റിയലൈസേഷൻ. മിഷനറിനെ എഴുതാൻ പാടില്ല, കാരണം നമ്മൾ വിൽക്കുകയാണ്. അപ്പൊ എല്ലാതും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, കളയരുത് കേട്ടോ. അടുത്ത ജേണൽ എൻട്രിയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വൺ, Afna Zakaria are partners in a firm sharing ratio 3:2. Ukash is admitted as a new partner for 1/4 share. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. He bring 50,000 as capital and goodwill. Firm's goodwill valued at 80,000. Give journal entry on assumption that 50% of premium amount is withdrawn by old partners. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നുള്ളൊരു ജേണൽ എൻട്രി, ഒപ്പം ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നു എന്നുള്ള ജേണൽ എൻട്രി, ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന ആ ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സിനെ നമ്മൾ വീതിച്ചു കൊടുത്തു, ഷെയർ ചെയ്തു എന്നുള്ളൊരു ജേണൽ എൻട്രി. നാലാമതായിട്ട് അവരെ വിഡ്രോ ചെയ്തു, 50% ഓഫ് എമൗണ്ട് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ജേണൽ എൻട്രി. അങ്ങനെ 4 ജേണൽ എൻട്രിയുടെ ആവശ്യമുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് എത്രയാണ് അയാൾ കൊണ്ടുവന്ന ഗുഡ്വില്ലിന് തന്നിട്ടില്ല, പക്ഷെ ഫേമിന്റെ ഗുഡ്വിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫേമിന്റെ ഗുഡ്വിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഫേമിന്റെ അല്ല, നമ്മൾ ആരുടെ ഗുഡ്വിൽ ആദ്യം കണ്ടുപിടിക്കണം? അയാൾ കൊണ്ടുവന്ന ഗുഡ്വിൽ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഗുഡ്വില് കണ്ടുപിടിക്കുക, ജേണൽ എൻട്രീസ് ചെയ്താൽ. അപ്പൊ ആദ്യം നമുക്ക് ഗുഡ്വില് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഗുഡ്വില് കണ്ടുപിടിക്കാം? ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. എങ്ങനെയാണ്? ഫേംസ് ഗുഡ്വിൽ എത്രയാണ്? ഫേംസ് ഗുഡ്വില് 18,000 ആണ്. സോ ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ എങ്ങനെ കാണാം? 80,000 ഇൻറ്റു അയാളുടെ ഷെയർ എത്ര? 1/4. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അയാൾ കൊണ്ടുവന്ന എമൗണ്ട് നമുക്ക് കിട്ടും. 20,000 ആണ് കൊണ്ടുവന്നത്. ഇത് ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുത്തു അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഇയർ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഓൾഡ് റേഷ്യോ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. 3:2 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ജേണൽ എൻട്രിയിലേക്ക് കിടക്കാം. ജേണൽ എൻട്രി, ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താണ്? ഫസ്റ്റ് ജേണൽ എൻട്രി ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് നമ്മുടെ ജേണൽ എൻട്രി വരിക? ഏറ്റവും ഫസ്റ്റത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് എത്ര രൂപയാണ്? ടു ക്യാപിറ്റൽ. ആദ്യ ക്യാപിറ്റലാണ് ഉകാഷ് ക്യാപിറ്റൽ. ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് എത്ര രൂപയാണ്? 50,000. നരേഷൻ നിങ്ങൾ എഴുതാ കേട്ടോ. ക്യാപിറ്റൽ ബ്രോട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. രണ്ടാമത്തത് ഗുഡ്വില് കൊണ്ടുവന്നു. അപ്പോഴും നമുക്ക് ക്യാഷ് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? 20,000 നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. 20,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നില്ല, ഇങ്ങനെ കണ്ടുപിടിക്കണം കേട്ടോ.
20,000 ടു ഈ ഗുഡ് വിൽ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വികാഷ് അല്ല ടു ഗുഡ് വിൽ. അപ്പോൾ അത് ഗുഡ് വിൽ ഓർ പ്രീമിയം നമുക്ക് എഴുതാം കേട്ടോ. ഗുഡ് വിൽ ഓർ പ്രീമിയം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇനി എന്താണ് ചെയ്യുന്നത്? ഇത് ഓൾഡ് പാർട്ട്നേഴ്സ് വിധിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഗുഡ് വില് ഓൾഡ് പാർട്ട്നേഴ്സ് വിധിച്ചെടുക്കുന്നുള്ള റേഷ്യോ എന്താണ്? ഗുഡ് വിൽ ഓർ പ്രീമിയം ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇവിടെ എന്താ മിസ് ഗുഡ് വിൽ എഴുതി, ഇവിടെ പ്രീമിയം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 20,000 ടു ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് ഓൾഡ് പാർട്ട്നേഴ്സ്? അഫ്നാസ് ആൻഡ് സക്രിയ. അപ്പൊ അഫ്നാസ് ക്യാപിറ്റൽ ടു സക്രിയാസ് ക്യാപിറ്റൽ. ഏത് റേഷ്യോ ആണ് നമ്മൾ വിധിച്ചെടുക്കുക? 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മൾ വിധിച്ചെടുക്കുക. അപ്പൊ 20,000 ഇൻറ്റു 3/5, 20,000 ഇൻറ്റു 2/5 കേട്ടോ. 20,000 ഇൻറ്റു 3/5. ഒരാൾക്ക് 12,000 വരും, അടുത്ത ആൾക്ക് 8,000 വരും. ഇനി നാലാമത്തെ എൻട്രി എന്താണ്? നാലാമത്തെ എൻട്രി വിഡ്രോ ചെയ്യുമ്പോൾ, അതായത് 50% ഇവരുടെ ഈ എമൗണ്ടിന്റെ പകുതി പെർസെൻറ്റേജ് വിഡ്രോ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എൻട്രി അഫ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, അതിന്റെ പകുതി കേട്ടാ. ബാക്കി അവർ വിഡ്രോ ചെയ്തിട്ടില്ല. അഫ്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക? 6,000 രൂപ. അടുത്ത ആളാരാ? സക്രിയാസ് ക്യാപിറ്റൽ. സക്രിയയും എത്രയാണ്? 50% തന്നെയാണ്. അപ്പൊ സക്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000 ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ന് വേണം എഴുതാനായിട്ട്. 10,000 രൂപ പോയി. അങ്ങനെ 4 ജേണൽ എൻട്രി പഠിക്കണം. ഏതാണ് 4 ജേണൽ എൻട്രീസ്? ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ് വില് കൊണ്ടുവന്നു, പ്രീമിയം ഷെയർ ചെയ്ത് കൊടുത്തു, ഒപ്പം തന്നെ പ്രീമിയം ആര് വിഡ്രോ ചെയ്തു. ഇതിലെ ഫസ്റ്റ് ആ ഗുഡ് വിൽ ഒന്ന് കണ്ടുവെച്ച് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് അരുൺ രജീഷ് രാജൻ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് റേഷ്യോ ഓഫ് 5:3:2. Rajan retired from the firm. Continuing partners decided to share the profit in 3:2. On retirement, the firm's goodwill is valued at 50,000 rupees. Record journal entry on the date of treatment of goodwill. അതായത് ഇവിടെ നമ്മൾ ഗുഡ്വില്ല് കണ്ടുപിടിക്കണം. ഫേമിന്റെ ഗുഡ്വിൽ തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? രാജന്റെ ഷെയർ, രാജൻ പൂവാണ്. അപ്പൊ രാജന്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? രാജന്റെ ഷെയർ ഓൾറെഡി നമുക്കറിയാം 5:3:2 ആണ്. അതിൽ 2/10 ആണ് രാജന്റെ ഷെയർ. അപ്പൊ 50,000 ഇൻറ്റു 2/10 വരും. 50,000 ഇൻറ്റു 2/10 എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് എമൗണ്ട് വരിക? 50,000 ഇൻറ്റു 2/10 10,000 രൂപ വരും. ഈ 10,000 രൂപ നമ്മൾ രാജന് കൊടുക്കണം. ആ ജേണൽ എൻട്രിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. പക്ഷേ ഈ 10,000 രൂപ ആരാണ് കൊടുക്കുക? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ആരാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയ അരുൺ ആൻഡ് രജീഷ് ആണ്. രജീഷ് ആൻഡ് അരുൺ ആണ് അത് വിധിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് രാജന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇവരിത് ഏത് റേഷ്യോയിലാണ് വിധിച്ചെടുക്കുക? അറ്റ് ഗെയിനിങ് റേഷ്യോ. സോ നമ്മളുടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇവിടെയും നമുക്ക് ഗെയിനിങ് റേഷ്യോ വേണമെങ്കിൽ =3:2 എന്ന് പറഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിക്കാം. ഗെയിനിങ് റേഷ്യോ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. എന്തിനാണ്? റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എന്ത് കൊടുക്കാനായിട്ട്? നമുക്ക് ന്യൂ ഷെയറിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഓൾഡ് കിട്ടിയാൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കിട്ടി. റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് അവരെ ഗുഡ്വിൽ കൊടുക്കാനായിട്ട് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് വരിക. ആർക്കൊക്കെ ഗെയിൻ ഉണ്ടാവുക? അരുണിന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? അരുണിന്റെ ന്യൂ റേഷ്യോ 3/5 മൈനസ് 5/10. എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 6/10 മൈനസ് 5/10 കിട്ടും. ദാറ്റ്സ് കംസ് ടു 1/10 കിട്ടും. അതേപോലെ തന്നെ നമ്മൾ രജീഷിൻ്റെയും കണ്ടുപിടിക്കാം. രജീഷിന്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/, ന്യൂ ആണ് കേട്ടോ, 2/5 മൈനസ് 3/10. ഇവിടെ നമുക്ക് ഇൻറ്റു ചെയ്യാം. കാരണം എന്താ? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പോൾ 4/10 മൈനസ് 3/10 കംസ് ടു 1:10. അപ്പോൾ അവരുടെ ഗെയിനിങ് റേഷ്യോ എത്ര കിട്ടി? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 1/10:1/10 1:1 കിട്ടി. ഈ റേഷ്യോയിൽ അവർ വിധിച്ചു കൊടുക്കുക. അപ്പം എൻട്രി എത്രയേ ഉള്ളൂ?
ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഗുഡ്വിൽ കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആരൊക്കെയാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്? അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ്, അത് കഴിഞ്ഞിട്ട് രജീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ്, രജീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. രാജന് എത്ര രൂപ കൊടുക്കാനുണ്ട്? രാജന് നമ്മൾ 10,000 രൂപ കൊടുക്കാനുണ്ട്. അത് 1:1 ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുത്തു. കണ്ടോ, ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട റിട്ടയർമെന്റ് സമയത്തുള്ള ജേണൽ എൻട്രി. ഇനി നരേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാട്ടാ. അതായത് ഷെയർ ഓഫ് ഗുഡ് വിൽ ക്രെഡിറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്ണർ അറ്റ് ഗെയിനിങ് റേഷ്യോ. റിട്ടയറിംഗ് പാർട്ട്ണർ അറ്റ് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് എഴുതാട്ടാ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, തെറ്റിക്കരുത്. നെക്സ്റ്റ്, MNR equal partners who decide to retire on his retirement balance sheet show a general reserve of 40,000, P&L of ₹20,000. show the treatment of the above. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ റിസർവ് ഉണ്ട്. അപ്പം തന്നെ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് പ്രോഫിറ്റ്. അതിന്റെ രണ്ടിന്റെയും ജേണൽ എൻട്രീസ് എഴുതാനായിട്ട് പറയുന്നുണ്ട്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് റിസർവ് ആണെങ്കിലും അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിലും അക്യൂമുലേറ്റഡ് ലോസ് ആണെങ്കിലും നമ്മൾ ഓൾ പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കുക, എല്ലാവർക്കും വിധിച്ചു കൊടുക്കാം. റിട്ടയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ആ റിസർവ് ഒക്കെ വിധിച്ചു കൊടുക്കാം. പിന്നെ അഡ്മിഷന്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം കൊടുത്താൽ മതി. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിലിപ്പോ റിട്ടയർമെന്റ് ആണ്, നമുക്ക് ഇനി വരുമ്പോൾ ചിലപ്പോൾ റിട്ടയർമെന്റ് ആണെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. മേ ബി അത് ഏതാവാം, അഡ്മിഷൻ ആവാം. സോ നമുക്ക് ആദ്യം റിസർവിന്റെ എൻട്രി എഴുതാം. റിസർവ് എപ്പോഴും ക്രെഡിറ്റ് ആസ്പെക്ട് ആണ് പാർട്ട്നേഴ്സിന്. സോ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ്, ഇവിടെ റേഷ്യോ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 3 പേരും ഈക്വൽ ആയിട്ട് വിരിച്ചെടുക്കാം. ജനറൽ റിസർവ് 40,000 റുപ്പീസ് ആണ്. 3 പേരുണ്ട്. 2 M's ക്യാപിറ്റൽ. ഇവിടെ ഇന്ന ആൾ റിട്ടയർ ചെയ്യുന്ന ചോദിച്ചാൽ അയാൾക്ക് മാത്രമല്ലാട്ട കൊടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 പേർക്കും റിട്ടയർ ചെയ്യുന്ന ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്നതാണ്. അതുകൊണ്ടാണ് മിസ് പിന്നെയും പറയുന്നത് 40,000-നെ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3 പേർക്കും പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, എഴുതാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടാ. അതായത് 3 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ റിസർവ് തന്ന ക്രെഡിറ്റ് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? നരേഷൻ നിങ്ങൾ എഴുതാ, റിസർവ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ഓൾ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ P&Lന്റെ ലോസ് ആണ്. ലോസ് തന്നു കഴിഞ്ഞ ഇവരൊക്കെ ഡെബിറ്റ് കൊടുക്കണം കേട്ടോ. എംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം എന്താ, നഷ്ടമാണ്, എക്സ്പെൻസസ് ആണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതെന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് വരും കേട്ടോ. റിസർവുകൾ അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ലോസസോ പ്രോഫിറ്റ് ഒക്കെ തരും. ഓസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റർ. എത്രയാണ് എമൗണ്ട് എന്നറിയോ? 20,000 ആണ്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് ലോസ് ആയ കാരണമാണ് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ. ലോസ് ആയ കാരണമാണ്. ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞ കാരണം 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പോൾ 6 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് നിങ്ങളോട് ഇട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ റിസർവ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് കൊടുത്ത് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുക. അഡ്മിഷൻ ആണെങ്കിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ടാവുള്ളൂ, ഓൾഡ് പാർട്ട്നേഴ്സ്. റിട്ടയർമെന്റ് ആണെങ്കിൽ എല്ലാവർക്കും വിധിച്ചു കൊടുക്കുക. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അത് ലോസ് ആണ് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. പാസ് ജേണൽ എൻട്രി ഫോർ ദ ഫോളോയിങ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ മൈൻഡിലേക്ക് എന്താ ഓർമ്മ വരണ്ടേ? റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. അത് ഓർമ്മ വരണം, റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. എങ്ങനെ ചെയ്യാം? ഓരോന്ന് സിമ്പിളാണ്, നമുക്ക് ഓരോന്ന് ചെയ്യാം. ഫസ്റ്റത്തത്, രോഹിത് എ പാർട്ട്ണർ ടുക്ക് ഓവർ സ്റ്റോക്ക് ₹7,500. രോഹിത് ഇത് എടുത്തു, ഒരു സ്റ്റോക്ക് അസറ്റ് എടുത്തു. അപ്പം നമുക്ക് എൻട്രി എന്താ വരിക? രോഹിത് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ്. രോഹിത് അല്ലേ എടുത്തത്, അല്ലെങ്കിൽ നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് അല്ലേ കിട്ടേണ്ടിരുന്നേ. അപ്പം ക്യാഷിന് പകരം നമുക്ക് അയാളുടെ ക്യാപിറ്റൽ എഴുതാം. ടു റിയലൈസേഷൻ. ഒരിക്കലും സ്റ്റോക്ക് ഒന്നും എഴുതരുത്. ഡിസൊല്യൂഷൻ്റെ സമയത്ത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ റിയലൈസേഷൻ എഴുതണം. ദെൻ
പാർട്ട്ണർ പെയ്ഡ് റിയലൈസേഷൻ എക്സ്പെൻസസ്. റിയലൈസേഷൻ എക്സ്പെൻസസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിയലൈസേഷന് ഡെബിറ്റ് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആണ് പോവാറ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റേഴ്സ് 1500. പക്ഷേ ഇവിടെ ആരാണ് അടച്ചത്? കിരൺ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ കിരൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1500 ആയിരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തത് എന്താ? ലോസ് ഓൺ റിയലൈസേഷൻ. റിയലൈസേഷന്റെ ലോസ് എന്ത് ചെയ്യാറ്? നമ്മൾ പാർട്ട്നേഴ്സിന് ഡെബിറ്റ് കൊടുക്കുക. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. കാരണം എന്താ? ലോസ് ആണ്, നഷ്ടമാണ്. ടു റിയലൈസേഷൻ. റിയലൈസേഷൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ ലോസ് ചെയ്ത? ക്രെഡിറ്റ് സൈഡിലേട്ടാ. റിയലൈസേഷൻ അക്കൗണ്ട് 6300. നരേഷൻ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നരേഷൻ എഴുതാം. ദെൻ അസറ്റ് റിയലൈസർ, ലോസ് ഓൺ റിയലൈസേഷൻ തന്നെ നിങ്ങൾ നരേഷൻ എഴുതി വെച്ചാൽ മതി കേട്ടാ. അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് വിറ്റു. അസറ്റ് വിറ്റ് നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 36,000. ഡെപ്റ്റർ ടു റിയലൈസേഷൻ. ഒരിക്കലും നിങ്ങൾ അസറ്റിന്റെ പേരോ അസറ്റ് ഒന്നും എഴുതരുത്. റിയലൈസേഷൻ അക്കൗണ്ട് ആണ് എഴുതാ 36,000 കേട്ടാ. നെക്സ്റ്റ് ആണ് ഫർണിച്ചർ ടേക്കൺ ബൈ സുനിൽ. ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ എൻട്രി വരിക? സുനിൽസ് അക്കൗണ്ട് ഡെറ്റർ. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5,000. ടു ഫർണിച്ചറിന് എഴുതാൻ പാടില്ല, റിയലൈസേഷൻ എഴുതണം കേട്ടോ. റിയലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. 5 ജേണൽ എൻട്രീസ്. ചിലപ്പോൾ നമുക്ക് 8 മാർക്കിന് 6 മാർക്കിന് ജേണൽ എൻട്രീസ് പോയി കഴിഞ്ഞാലോ. ഓക്കെ, അപ്പോൾ റിയലൈസേഷൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ജേണൽ ദ ഫോളോയിങ് ഓഫ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അപ്പോൾ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ മനസ്സിലാക്കണം ഏതാണത്? റീവാലുവേഷൻ ആണ്. റീവാലുവേഷൻ ആണ് കേട്ടോ. അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് എന്നാണ് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, നമ്മളൊരു ലൈൻ കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പ്ലാന്റ് ആൻഡ് മിഷനറി റെഡ്യൂസ്ഡ് ബൈ 1000. പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പം നമ്മളിവിടെ എഴുതാ പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ വാല്യൂ കുറഞ്ഞാൽ, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഡെബിറ്റ് സൈഡ്. ആദ്യ ഡെബിറ്റ് സൈഡ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ. അപ്പോൾ സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ നമ്മൾ അസറ്റിൻ്റെ പേര് എഴുതണം. റിയലൈസേഷനിൽ നമ്മൾ അസറ്റിൻ്റെ പേര് എഴുതില്ല, റീവാലുവേഷനിൽ നമ്മൾ അസറ്റിൻ്റെ പേര് എഴുതണം. ചേഞ്ച് എമൗണ്ട് മാത്രം എഴുതിയാൽ മതി കേട്ടോ. രണ്ടാമത്തത്, സ്റ്റോക്ക് റീവാല്യൂഡ് 30,000 ഫ്രം 25,000. 25,000 നിന്ന് 30,000 ആയി. അപ്പോൾ അവിടെ എന്താ ചേഞ്ച് വന്നത്? 5,000 രൂപ റീവാല്യൂ എന്ന് വെച്ചാൽ കൂടി. അപ്പം അസറ്റിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അസറ്റിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യാറ്. 5,000 ടു റീവാലുവേഷൻ. ഇവിടെ റീവാലുവേഷനിൽ നമ്മൾ അസറ്റിൻ്റെ പേര് എഴുതുന്നുണ്ട് കേട്ടോ, 5,000. ഓക്കെ, ഇനി വാല്യൂ ഓഫ് ഫർണിച്ചർ ഇൻക്രീസഡ്. എഗെയിൻ വാല്യൂ ഓഫ് ഫർണിച്ചർ ഇൻക്രീസഡ്. എമൗണ്ട് കറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 4,000 ടു റീവാലുവേഷൻ. റീവാലുവേഷൻ 4,000. ഓക്കെ, ലാസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ബുക്ക്. അതായത് ബുക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു അസറ്റ് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ എൻ്റെ എന്താ വരിക? അസറ്റ് കൂടിയില്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അത് മിസ് ഇവിടെ എഴുതി അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എമൗണ്ട് എത്രയാ? 3,000. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ജേണൽ നിങ്ങൾക്ക് അറിയണം. ഇവിടെ മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ റീവാലുവേഷൻ്റെ, റിയലൈസേഷൻ്റെ, അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് റിസർവിൻ്റെ, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഗുഡ് വില്, അഡ്മിഷൻ്റെ സമയത്തുള്ള ഗുഡ് വില്, ഡിസൊല്യൂഷൻ്റെ സ്പെഷ്യൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ജേണൽ എൻട്രീസ് ആയിട്ട് ചോദിക്കാറ്. ഓക്കെ, ഇതിനങ്ങോട്ട് ജേണൽ എൻട്രീസ് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് വരാറില്ല, ടെക്സ്റ്റിൽ അധികം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ പഠിക്കേണ്ട എല്ലാ ജേണൽ എൻട്രീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗം എല്ലാവരും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജേണൽ എൻട്രിയുടെ മാർക്ക് ഒരാൾ പോലും കളയാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നാളെ മോർണിംഗ് ഒരു വീഡിയോ കൂടി ഇട്ട് കേട്ടോ. ഇതെല്ലാം സെറ്റ് ആയിക്കഴിഞ്ഞാൽ, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക്, അതായത് 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, എസ് എ മാർക്ക്
6 മാർക്കിന് 2 ക്വസ്റ്റ്യനിൽ നമ്മൾ SO മാർക്ക് essay ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ ചെയ്യാം. ഓക്കെ എവ്രിവൺ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.